നമുക്കിനി പറയാനുള്ളത് സ്റ്റാറ്റസ് ബാറിനെ കുറിച്ചാണ്. നമ്മുടെ ഈ വ്യൂപോർട്ടിന് താഴെ കാണുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ എൻ്റെ ഈ വ്യൂപോർട്ടില്, ഈ പെർസ്പെക്റ്റീവ് വ്യൂപോർട്ടില് 2 ഒബ്ജക്റ്റ് ഉണ്ട്. ഞാൻ ഒരു ഒബ്ജക്റ്റില് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസ് ബാറിലേക്ക് നോക്കിയാൽ 1 ഒബ്ജക്റ്റ് സെലക്ടഡ് എന്ന് എഴുതി കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്നിലധികം ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിലധികം ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മറ്റേ ഒബ്ജക്റ്റിനെ കൂടെ സെലക്ട് ചെയ്യുകയാണ്. കൺട്രോൾ പ്രസ്. ഈ രീതിയിൽ നമുക്ക് 2 ഒബ്ജക്റ്റുകളെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ഒബ്ജക്ട്സ് സെലക്ടഡ് എന്ന് എഴുതി കാണിക്കുന്നു. ഇതിനെയാണ്, ഈ എഴുതി കാണിക്കുന്ന ഈ ഭാഗത്തിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് ലൈൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്തിനെ നമ്മൾ പറയുന്ന പേര് സ്റ്റാറ്റസ് ലൈൻ എന്നാണ്. അതിനടിയിൽ കാണുന്ന ഈ ലൈനെ നമ്മൾ പറയുന്ന പേര് പ്രോംപ്റ്റിംഗ് ലൈൻ എന്നാണ് പറയുന്നത്. ക്ലിക്ക് ഓർ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു സെലക്ട് ഒബ്ജക്ട്സ്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഇവിടെ എഴുതി കാണിക്കുന്ന ഈ ഭാഗത്തിനെ നമ്മൾ പറയുന്നത് പ്രോംപ്റ്റിംഗ് ലൈൻ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ സെലക്ഷൻ ഡീആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി മൗസ് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ വീണ്ടും ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ലോക്ക് സിമ്പൽ ടിക്ക് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നിനെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പിന്നെ സാധിക്കുകയില്ല. ഇതാണ് ഈ ലോക്ക് ബട്ടൺ കൊണ്ടുള്ള ഉപയോഗം. ഇതിനുശേഷം ഞാൻ ഈ ലോക്ക് ബട്ടൺ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ കാണാം ഇത് മൂവ് ആവുന്നത്. നമ്മുടെ ഈ കോർഡിനേറ്റ്സ് നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് XY കോർഡിനേറ്റുകൾ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ഞാൻ വലത്തോട്ട് നീക്കുമ്പോൾ X മൂവ് ആവുന്നു, മുകളിലേക്ക് നീക്കുമ്പോൾ Y മൂവ് ആവുന്നു. ഇതാണ് കോർഡിനേറ്റ്സ് മൂവ് ചെയ്യുന്ന ഭാഗമാണ് X, Y, Z എന്നീ ഭാഗങ്ങൾ. നമ്മൾ മൂവ് ടൂൾ പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇനി നമുക്കുള്ളത്, നമ്മൾ വ്യൂപോർട്ടിനെ നേരത്തെ എങ്ങനെ അറേഞ്ച് ചെയ്യാം എന്നത് കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തതാണ്. ഇനി നമുക്ക് എളുപ്പത്തിൽ വ്യൂപോർട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ 4 വ്യൂപോർട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതുകൊണ്ട് 4 വ്യൂപോർട്ടാണ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വ്യൂപോർട്സിനെ ഡയറക്റ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. വളരെ വേഗത്തിൽ നമുക്ക് ഇവിടെ നിന്ന് വ്യൂപോർട്ടുകളെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഏത് തരം വ്യൂപോർട്ടാണോ വേണ്ടത് അത് നമുക്ക് ഈ ഭാഗത്തു നിന്നും സെലക്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. വേണ്ട എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ടാബ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അവിടുന്ന് പോകുന്നതാണ്. ക്ലിക്ക് ചെയ്യുന്നു, ഡിലീറ്റ് ടാബ്, റൈറ്റ് ക്ലിക്ക്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് 4 വ്യൂപോർട്ടുള്ള ഭാഗത്തെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഈ രീതിയിൽ നമുക്ക് വ്യൂപോർട്ട് സെലക്ട് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. അത് പഴയ ക്ലാസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇനി നമുക്കൊരു വ്യൂപോർട്ടിനെ എങ്ങനെ സൂം ചെയ്യാമെന്ന് നോക്കാം. സൂം ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ സൂം ചെയ്യാം. ഇതിനെ നമ്മൾ സൂം ഔട്ട് എന്ന് പറയുന്നു. മുകളിലേക്ക് ഇങ്ങനെ വരുന്നതിനെ നമ്മൾ സൂം ഇൻ എന്ന് പറയുന്നു. ഇത് വളരെ ഈസിയായി നമുക്ക് മൗസിന്റെ സെന്റർ വീൽ ബട്ടൺ ഡ്രാഗ് ചെയ്തുകൊണ്ട് സൂം ഇന്നും ഔട്ടും ചെയ്യാവുന്നതാണ്. പുറകിലേക്കും മുമ്പിലേക്കും മൗസിന്റെ സെന്റർ ബട്ടൺ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇന്നും ഔട്ടും സൂമായി വരുന്നതാണ്. ഇനി നമുക്ക് വ്യൂപോർട്ട് നാവിഗേഷൻ കൺട്രോൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ഈ ഭാഗത്ത് കാണുന്ന ഈ ടൂൾസുകളെയാണ് നമ്മൾ വ്യൂപോർട്ട് നാവിഗേഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഈ ടൂളുകൾ ഉപയോഗിച്ചാണ് നമ്മൾ വ്യൂപോർട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേര് വ്യൂപോർട്ട് നാവിഗേഷൻ കൺട്രോൾ എന്നാണ് ഈ ടൂളിന് പറയുന്ന പേര്. ഇനിയിപ്പം നമുക്ക് സൂം എക്സ്റ്റെൻഡ് എന്താണെന്ന് നോക്കാം.
സൂം എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒബ്ജക്റ്റ് മാക്സിമം ഫിറ്റായി വ്യൂപോർട്ടിനകത്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ സൂം എക്സ്റ്റെൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള ഷോർട്ട് കട്ട്, ഏത് ഒബ്ജക്റ്റിനെയാണോ സൂം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, ഇസഡ് പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റ് സൂം എക്സ്റ്റെൻഡ് ആയി മാറി. സൂം എക്സ്റ്റെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാക്സിമം ഫിറ്റ് ആയിട്ട് നമ്മുടെ വ്യൂ പോർട്ടിൽ നിൽക്കുക. അതാണ് സൂം എക്സ്റ്റെൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കിതിനെ സൂം എക്സ്റ്റെൻഡ് ചെയ്യണം. ഇതിനെ ക്ലിക്ക് ചെയ്യുക, ഇസഡ് പ്രസ് ചെയ്യുക. ഈ ഒബ്ജക്റ്റിനെ സൂം ചെയ്യണം, പ്രസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, ഇസഡ് പ്രസ് ചെയ്യുക. ഈ രീതിയിലാണ് നമുക്ക് സൂം എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുക. പഴയ സൂം ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസിന്റെ സെൻട്രൽ വീൽ ഉപയോഗിച്ച് നമുക്ക് സൂം ഔട്ട് ചെയ്യാം. എല്ലാത്തിനെയും നമുക്ക് സൂം ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സൂം സെന്റർ വീൽ ബട്ടൺ ഉപയോഗിച്ച് സൂം ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ സൂം ആകുന്നു. അതിനുവേണ്ടി വളരെ സ്ലോയിൽ സൂം ആവാൻ വേണ്ടി കൺട്രോൾ ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് മൗസിന്റെ സെന്റർ വീൽ ബട്ടൺ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്ലോ ആയി സൂം ആയി കിട്ടുന്നതായിരിക്കും. അതിനുവേണ്ടി കൺട്രോൾ പ്ലസ് ആൾട്ട് പ്ലസ് ഡ്രാഗ് സെന്റർ ബട്ടൺ ഓഫ് മൗസ്. ഈ രീതിയിൽ നമുക്ക് വളരെ സ്ലോയിൽ നമുക്ക് സൂം ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ വളരെ സ്ലോ ആയിട്ട് നമുക്ക് സൂം ചെയ്തെടുക്കാം.